ഇതിപ്പോ ആള് കൂട്ടേണ്ട വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം സാർ വീണ്ടും കുഴഞ്ഞ് സംസാരിക്കില്ല. ആദ്യം സാർ ഡിസിഷൻ എടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണോ? നോട്ടീസ് തടസ്സമില്ല സാർ, അവർ പുറത്തുവിട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ആക്ഷനിലേക്ക് സാർ പോകരുത്. പോയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. അതിന് ഒരു അവസരം ആദ്യമായിട്ട് ചെയ്യരുത്. തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായി ആൽഫ്രഡ് ഒ വി ചുമതലയേറ്റത് 2024 സെപ്റ്റംബറിലാണ്. കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 2017 ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ബിരുദ പഠനത്തിന്റെ സമയത്താണ് സിവിൽ സർവീസ് മോഹമുദിച്ചത്. ആദ്യ ശ്രമം പാളിയെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ നിയമനം. മൂന്നാം ശ്രമത്തിൽ 57ാം റാങ്കോടെ IAS സ്വപ്നം യാഥാർത്ഥ്യമായി. ഇതിനിടെ ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ചു. സിനിമ, ഫുട്ബോൾ പ്രേമി കൂടിയാണ് ആൽഫ്രഡ് IAS. കേരള ഫുട്ബോളിൽ ഒരു വോയിഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രൊഫഷണൽ ക്ലബ്ബ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഞ്ച്. നമ്മൾ എല്ലാ സീസണും കളി കാണും. ചില സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലോ ആവും, അപ്പൊ നമ്മൾ ഓക്കെ, അടുത്ത സീസൺ വീണ്ടും ഹോപ്പ് വെക്കും. നമ്മുടെ UPSC പ്രിപ്പറേഷൻ പോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ഓരോ അറ്റംപ്റ്റിൽ നമ്മൾ താന്നു പോകും, ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താന്നു പോകും, പക്ഷെ നമ്മൾ നിർത്തില്ല, ഹോപ്പുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാനൊരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് ഒരു കേരളത്തിലൊരു നല്ലൊരു ഫുട്ബോൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഡ്രീമും കൂടിയുണ്ട്. അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തീർത്തും ജീർണിച്ച അവസ്ഥയിലായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത്. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെ ആയിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി? വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും DYSP ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു? നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.